ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. റെക്കോർഡ് കുറിച്ച വിപണികൾ ചാഞ്ചാട്ടത്തിലേക്ക്. സെൻസെക്സ് 74,500-ലെത്തിയ ശേഷം ഏറിയും കുറഞ്ഞും വ്യാപാരം തുടരുന്നു. വിൽപ്പന സമ്മർദ്ദം തിരിച്ചടിയായി. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികകൾ ആദ്യമായി 50,000 കടന്നു. മികച്ച 4ാം പാദ ഫലത്തെ തുടർന്ന് HDFC ബാങ്ക് ഓഹരികൾ 3% നേട്ടം. ഡോളറിനെതിരെ രൂപ ദുർബലമായി. ബ്രെന്റ് ക്രൂഡ് വില ഉയർന്ന $89.7 റെക്കോർഡ് തിരുത്തിക്കുറിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. രാജ്യാന്തര വിപണികളിൽ ഔൺസിന് $2,298 സംസ്ഥാനത്തും റെക്കോർഡ് കടന്ന് സ്വർണം. പവന് 400 രൂപ കൂടി 51,680 രൂപയായി. ഗ്രാമിന് 6,460 രൂപ. ഏപ്രിലിലെ 4 ദിവസങ്ങളിൽ മാത്രം പവന് കൂടിയത് 800 രൂപ. രാജ്യത്തെ സേവന മേഖല 1.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. HSBC സൂചിക 61.2 ഉയർന്നു. ശക്തമായ ഡിമാൻഡും വിൽപ്പനയും ബിസിനസ് പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിച്ചെന്ന് പ്രതിമാസ സർവേ. നടപ്പുവർഷം സീനിയർ ലെവൽ ജോലികൾക്ക് ശമ്പള വർധന ശരാശരി 20%-ലെത്തുമെന്ന റിപ്പോർട്ട്. സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടത് വിവിധ മേഖലകളിലെ ജീവനക്കാരുടെ വരുമാന വർധനയിലേക്ക് നയിക്കുമെന്ന് മൈക്കൽ പേജ് ഇന്ത്യ സാലറി ഗൈഡ്. ഡേറ്റ അനലിറ്റിക്സ്, ജനറേറ്റീവ് AI, മെഷീൻ ലേണിംഗ് വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളുടെ ആവശ്യം കൂടുമെന്നും റിപ്പോർട്ട്. രാജ്യത്ത് ഇലക്ട്രിക് കാർ പ്ലാന്റിനായി സ്ഥലം തേടി ടെസ്ല മോട്ടോഴ്സ്. പദ്ധതിയിടുന്നത് $2 മുതൽ $3 വരെ ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന പ്ലാന്റിന്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ സ്ഥല പരിശോധനയ്ക്ക് അമേരിക്കൻ സംഘം ഈ മാസം അവസാനത്തോടെ എത്തും. കൂടുതൽ പരിഗണന തുറമുഖ സൗകര്യമുള്ള സംസ്ഥാനങ്ങൾക്ക്. ഇനി നിലവിലെ മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. രാവിലെ ഒരു റെക്കോർഡ് വേദിച്ച ഓഹരി വിപണിയിൽ പിന്നീടുള്ള മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. ഒരു വിൽപ്പന സമ്മർദ്ദമൊക്കെ തന്നെ നമുക്ക് വിപണിയിൽ നിന്ന് കാണാനായി സാധിച്ചു. അതിനുശേഷം ഏറെയും കുറഞ്ഞുമൊക്കെ ഏകദേശം ഒരു ചാഞ്ചാട്ടത്തിന്റെ നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഇനി സൂചികകളിലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയുടെ പല സൂചികളിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വന്നിരുന്നു. അതിനുശേഷം നിലവിൽ ഒരു പോസിറ്റീവ് ഫീലിംഗിലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50 22,532 പോയിന്റിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. 97 പോയിന്റ് ഉണർവിൽ 22,500 കടന്നു. ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 22,303 എന്ന പോയിന്റാണ്. പക്ഷെ അതിനു മുന്നേ ഒക്കെ തന്നെ ഒരു ഓൾ ടൈം റെക്കോർഡ് എന്ന രീതിയിൽ 22,619 എന്ന പോയിന്റിലേക്കാണ് നിഫ്റ്റി എത്തിയിരുന്നത്. അതിനുശേഷമായിരുന്നു വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടായത്. വീണ്ടും വിപണി ഒരു വാങ്ങലിന്റെ ഒക്കെ നിലയിലേക്ക് വന്ന് വിപണി തിരിച്ചു പിടിക്കുകയാണെന്ന് തന്നെ പറയാം. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും ഇന്ന് ശക്തമായ ഒരു വാങ്ങലാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി ബാങ്കിൽ ഇന്ന് 389 പോയിന്റ് ഉണർവിൽ 48,014 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. HDFC ബാങ്കിന്റെ ഓഹരികളാണ് ഇന്ന് ഈ ഒരു റാലിക്ക് നേട്ടം നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു 3% നേട്ടം HDFC ബാങ്ക് ഓഹരികൾക്ക് മാത്രം ഇന്നുണ്ടായിരിക്കുന്നു. പ്രധാനമായും RBI പണനയ അവലോകന യോഗമൊക്കെ തന്നെ നിക്ഷേപകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ഫിനാൻഷ്യൽ ഓഹരികളൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഉണർവിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും നമ്മൾ രാവിലെ കണ്ടതാണ്. ഒരു റെക്കോർഡൊക്കെ തന്നെ ഇട്ടിരുന്നു. അതിനുശേഷം വീണ്ടും ചെറിയൊരു വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ പ്രകടമായിരുന്നു. പക്ഷെ വീണ്ടും വിപണി തിരിച്ചെത്തിയിരിക്കുകയാണ്. 74,247 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. അതായത് 359 പോയിന്റ് ഉണർവിലാണ് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, നമ്മുടെ ഫിനാൻഷ്യൽ എക്സ്പെർട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പോൾ തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ നിലവിൽ ഒരു ചാഞ്ചാട്ടത്തിന്റെ പാതയിലേക്കൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം മാർക്കറ്റിൽ പ്രകടമാണ്. ഇനിയും റെക്കോർഡ് ഭേദിക്കാനായിട്ടൊക്കെ സാധ്യതയുണ്ടോ? അതൊരു കറക്ഷന്റെ പാതയിലേക്ക് പോകുമോ? എങ്ങനെയാണ്? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 22,525 കടക്കാതെ പല ദിവസങ്ങളിലും വന്ന് താഴ്ന്നതായിട്ട് കണ്ടു. എന്നാൽ ഇന്ന് ഓപ്പണിംഗ് തന്നെ ആ ലെവല് കട്ട് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കി. എന്നാൽ 22,625 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിലനിൽക്കും. എന്നാൽ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഇന്നൊരു സെല്ലിങ് വന്നു എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ സെല്ലിങ് മാത്രമാണ്. അതൊരു കറക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല.
അതായത് മാർക്കറ്റ് ഇത്രയും ഉയർന്നപ്പോഴുണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം, അതായത് സെല്ലിംഗ് പ്രഷർ എന്ന് മാത്രമേ അതിനെ കണക്കാക്കാവൂ. അത് തീർച്ചയായും താഴെ വാങ്ങിച്ചുകൊണ്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നല്ലൊരു ലെവലിൽ സെല്ല് ചെയ്യാൻ പറ്റി. ആ ഒരു സെല്ലിങ്ങും അതിനെ തുടർന്നുണ്ടായ ഒരു താഴ്ചയുമാണ് ഇൻട്രാഡേ ആയിട്ട് 22,300 വരെ താന്നു. 22,300 നിഫ്റ്റിയെ സംബന്ധിച്ചോളം നല്ലൊരു സപ്പോർട്ടാണ്. അവിടുന്ന് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുകയും ചെയ്തു. മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവായിട്ട് 100-ലധികം പോയിന്റ് നിഫ്റ്റി മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് റിവ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഒരുപക്ഷെ വീണ്ടും ഒരു റെക്കോർഡിനൊക്കെ ഈ ദിനം സാക്ഷ്യം വഹിക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. മാർക്കറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും.